നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ കടലുണ്ടിപ്പുഴയാണ് കാണുന്നത്. രാവിലെ 9 മണിയാണ് സമയം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ആരംഭിക്കുന്നത് കക്കാട് പനമ്പുഴ പാലത്തിൽ നിന്നാണ്. അപ്പോൾ പനമ്പുഴ പാലത്തിന് മുകളിലേക്ക് ആദ്യമായിട്ട് നമ്മുടെ വാഹനം കയറ്റിയിരിക്കുന്നു. ഇവിടെ KNRCയുടെ വാഹനങ്ങളൊക്കെ കയറുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കുറ്റിപ്പുറം പാലത്തിലെ പോലെ തന്നെ ഇവിടെയും കാൽനടക്കാർക്കുള്ള ഫുട്പാത്ത് ഉണ്ട്. അപ്പോൾ ഇത് നല്ലൊരു കാര്യം കേട്ടോ. എല്ലാ പാലത്തിനും നല്ല വിശാലമായ ഫുട്പാത്തുകളുണ്ട്. വേണമെങ്കിൽ ചൂടലിടാനൊക്കെ അവിടെ വന്ന് നിൽക്കുക. അപ്പോൾ കണ്ടല്ലോ 3 വരി പാലം. ഇപ്പോൾ ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോ ആരംഭിച്ചത് ആ ഭാഗത്തുനിന്ന് അങ്ങോട്ടാണ്. അങ്ങോട്ട് കോട്ടക്കൽ ബൈപ്പാസ് ആരംഭിക്കുന്ന പാലച്ചിറമാട് വരെയായിരുന്നു കഴിഞ്ഞ വീഡിയോ. അപ്പോൾ അത് കാണാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ അവസാനം എൻ്റെ സ്ക്രീനിൽ കൊടുക്കുക, അതേപോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. പിന്നീട് നമ്മളെ പഴയ പാലം 2 വരിയാണ്. ഇപ്പം ഉണ്ടാക്കുന്ന പാലം 3 വരിയാണ്. ടോട്ടൽ 6 വരി പാലത്തിൻ്റെ നിർമ്മാണമാണ് ഇവിടെ നടക്കുക. അതിന് ഈ പഴയ 2 വരി പാലത്തിൻ്റെ അപ്പുറത്ത് വീണ്ടും പൈലിങ് നടത്തിയിട്ട് ഒരു വരിയും കൂടി കൂട്ടി നിർമ്മിച്ചിട്ട് പഴയ പാലം കൂടുതൽ ബലപ്പെടുത്തും എന്നാണ് ഇപ്പം ഇവിടുന്നൊരു KNRCയുടെ സ്റ്റാഫ് നമ്മോട് പറഞ്ഞത്. കഴിഞ്ഞ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ ഇരുമ്പുചോല കുളപ്പുറം ഭാഗത്തുള്ള പ്രവാസി സുഹൃത്തുക്കൾ എന്തായാലും കുളപ്പുറത്തെ വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ എന്തായാലും ഇന്ന് കുളപ്പുറത്തെ വീഡിയോ ചെയ്യാൻ തന്നെയാണ് ആദ്യം തീരുമാനിച്ചത്. കാരണം ഈ ഭാഗം കൂടി ആയാൽ കുറ്റിപ്പുറം മിനി പമ്പ മുതൽ ഏകദേശം കോഴിക്കോട് തൊണ്ടയാട് വരെയുള്ള വീഡിയോ ഈ മാസം ചെയ്തു. അപ്പം ചെറിയൊരു ഭാഗം കൂടെ ഉള്ളതിന് അപ്പോൾ അവർ എന്തായാലും ആ സുഹൃത്തുക്കളെ പ്രോത്സാഹനം കൂടി ആയപ്പോൾ അടിപൊളിയായി. അപ്പോൾ അടുത്തത് നമുക്ക് കൂരിയാട് അണ്ടർപാസിൻ്റെ കാഴ്ചകളാണ്. ഈ ഭാഗത്തുനിന്ന് മുന്നോട്ട് പോകുമ്പോൾ അണ്ടർപാസ് കുറച്ച് താഴ്ന്ന പ്രദേശത്തായതുകൊണ്ട് തന്നെ ഇവിടുത്തെ മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകൾ പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ട്. അടുത്തത് മണ്ണിട്ട് ഉയർത്താനുള്ള സ്ഥലമാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അണ്ടർപാസിൻ്റെ മുകളിൽ നിന്ന് കൂരിയാട് പാടത്തേക്കുള്ള കാഴ്ചയാണത്. അപ്പോൾ ഇനി 2 പ്രധാന പാടങ്ങളിലാണ് വർക്കുകൾ നടക്കാനുള്ളത്. ഒന്ന് തലപ്പാറ പാടം, ഒന്ന് കൂരിയാട് പാടം. അത് കഴിഞ്ഞാൽ ഏകദേശമൊക്കെ കക്കാട് മുതൽ പാലച്ചിറമാട് വരെയുള്ള പാലച്ചിറമാട് വരെയുള്ള ഏകദേശം ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നീട് തലപ്പാറ കഴിഞ്ഞാൽ പാണമ്പറ വരെയുള്ള ടാറിങ്ങിൽ ചെറിയ ചെറിയ ഭാഗങ്ങളെ ഇനി ടാറിങ് ബാക്കിയുള്ളൂ. കാര്യമായിട്ട് ഈ ഭാഗത്ത് വർക്കുകൾ ബാക്കിയുള്ളത് ഈ 2 പാടങ്ങളിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് നോക്കി അതിൻ്റെ വ്യക്തമായിട്ടുള്ള വർക്കുകൾ മനസ്സിലാകും. നടുവിൽ നമ്മുടെ പഴയ റോഡ്, വലത് ഭാഗത്ത് കൂടെ സർവീസ് റോഡ് ഉണ്ടാക്കിയിട്ട് ഇരുഭാഗത്തേക്കുള്ള വാഹനങ്ങൾ അതിലെ കടന്നു പോകുന്നു. ഇടത് ഭാഗത്ത് സർവീസ് റോഡിൻ്റെ വർക്കുകളാണ് അതിവേഗം പുരോഗമിക്കുന്നത്. 2 ചെറിയ പാലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മേഡ് ലെവലിലുള്ളൊരു പാലുമുണ്ട്. പിന്നെ ഇഷ്ടംപോലെ കൾവർട്ടുകളുണ്ട്. അതിൻ്റെ വർക്കുകളൊക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇവിടുത്തെ സർവീസ് റോഡിൻ്റെ വർക്കുകൾ കഴിഞ്ഞ് ഈ ഭാഗത്തെ വാഹനങ്ങളും അതിലെ കടത്തിവിടും. അപ്പം നിങ്ങൾക്ക് ഇവിടുന്ന് മുന്നോട്ട് നോക്കിയാൽ കാണാൻ കഴിയും പഴയ റോഡിൻ്റെ അപ്പത്തെ അവസ്ഥ. പതിറ്റാണ്ടുകൾ വാഹനമോടിയ കൂരിയാട് പാടത്തെ റോഡാണ് നിൽക്കുന്നത്. 2018 പ്രളയത്തിനൊക്കെ നല്ല മസിൽ പവറോടെ അതിജീവിച്ചൊരു റോഡായിരുന്നു. 2 ഭാഗത്തും കാര്യമായിട്ട് കരിങ്കല്ല് വെച്ച് കെട്ടാതെ മണ്ണിട്ടുയർത്തിയിട്ടായിരുന്നു ആ റോഡ് നിർമ്മിച്ചിരുന്നത്. ഒരു പേരിനൊരു കരിങ്കല്ലിൻ്റെ കെട്ട് മാത്രമേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. കക്കാട് ഭാഗത്തുനിന്ന് വാഹനങ്ങൾ വരുന്നൊരു കാഴ്ചയാണ്. അപ്പോൾ കൂരിയാടിനെ പറ്റി അറിയാത്തവർക്ക് പറഞ്ഞു തരാം. ഇവിടുന്ന് വലത്തോട്ട് പോയാൽ, ഈ റോഡല്ല, വലത്തോട്ട് പോയാൽ മലപ്പുറം, വേങ്ങര എന്നീ ഭാഗങ്ങളിൽ, പാലക്കാട് ഭാഗങ്ങളിലേക്കൊക്കെയുള്ള റോഡിലേക്ക് ടച്ച് ചെയ്യുന്ന ഒരു പ്രധാന റോഡാണ്. തീരദേശ മേഖലയെ മലപ്പുറം ജില്ലാ ആസ്ഥാനവുമായി ബന്ധിപ്പിക്കുന്ന റോഡ് ആരംഭിക്കുന്നത് കൂരിയാടിൽ നിന്നാണ്. അപ്പോൾ നമുക്കിനി മുന്നോട്ട് പോകാം. കൂരിയാട് അണ്ടർപാസാണ്. ഇതിന് മുകളിൽ നിന്നാണ് ഇപ്പോൾ നമ്മൾ മുന്നിലെ കാഴ്ചകൾ കണ്ടത്.
കുഴപ്പമില്ലാത്തൊരു പാലമുണ്ട് എന്ന് പറഞ്ഞല്ലോ, ഇതിൻ്റെ പൈലിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സർവീസ് റോഡിന് വേണ്ടി ആ പാലം നിർമ്മിച്ച പാലത്തിൻ്റെ മുകളിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. അപ്പം ഹൈഡ്രോളിക് പൈലിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ പൈലിംഗ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പാലത്തിൻ്റെ നിർമ്മാണം കഴിഞ്ഞ സർവീസ് റോഡിൻ്റെ പാലമാണ് അപ്പുറത്ത് കാണുന്നത്. സർവീസ് റോഡിൻ്റെ പാലം കുറച്ച് ഹൈറ്റ് കുറവേക്കാരം. ഇനി ഇതിൽ കുറച്ചുകൂടെ ഹൈറ്റ് കൂടിയിട്ടാണ് മെയിൻ റോഡിൻ്റെ പാലം വരിക. എല്ലാ സൈസ് വാഹനം ഇവരെ കയ്യിൽ തന്നെ ഉള്ളതുകൊണ്ട് തിരക്കടില്ല കേട്ടോ. ഇതേമാതിരത്തെ സീനൊക്കെ വരുമ്പോൾ നല്ല സുഖമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റും. ഇവിടെ അതേപോലെ തന്നെ കുറ്റിപ്പുറം നമ്മുടെ ROB ഉണ്ടല്ലോ, ആ ഭാഗത്താണ് ഇപ്പോൾ പൈലിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബാക്കിയൊക്കെ പൈലിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ പിന്നീട് ഇങ്ങനെ കുര്യാട് പാടം കഴിഞ്ഞാൽ പിന്നെ ഇടത് ഭാഗത്തേക്ക് നോക്കുമ്പോൾ മണ്ണെടുത്തിട്ട് നല്ല രീതിയിൽ താഴ്ത്തുന്നത് കാണാം. അതേപോലെ തന്നെ അവിടെ ഒരു വലിയ കോൺക്രീറ്റ് വാളാണ് വരുന്നത് സൈഡിൽ. പിന്നെ കുളപ്പുറം അത്യാവശ്യം കുഴപ്പമില്ലാത്ത സമരങ്ങളൊക്കെ നടന്നിനല്ലോ. കുളപ്പുറത്തുനിന്ന് തിരൂരങ്ങാടിയിലേക്ക് പോകുന്ന റോഡ് വന്ന് ചേരുന്ന ഭാഗത്ത് ഒരു റോഡ് മുറിച്ച് കടക്കാനുള്ള സംവിധാനം വേണമെന്ന് പറഞ്ഞിട്ട് നല്ല സമരങ്ങളൊക്കെ നടത്തിനെ. ന്യായമാണ്. കാരണം ഒരാൾക്ക് കാലിക്കറ്റ് എയർപോർട്ട് ഭാഗത്തുനിന്ന് ഈ നമ്മുടെ തിരൂരങ്ങാടി ഭാഗത്തേക്ക് പോകണമെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ കൂരിയാട് ഇപ്പം നമ്മൾ കണ്ട അണ്ടർപാസിൻ്റെ അടിയിലൂടെ വന്ന് തിരിച്ച് വന്നിട്ട് വേണം. കാരണം സർവീസ് റോഡ് നിലവിൽ വൺ വേ ആണ്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ താഴെ കൂടെ അല്ല, മുകളിൽ സർവീസ് റോഡിനാണ് പോകുന്നത്. അപ്പോൾ ചില ആളുകൾ ഇപ്പോഴും വന്നിട്ട് കമൻറ്റിൽ ചോദിക്കാറുണ്ട് എന്താണ് കുളപ്പുറത്തെ പ്രശ്നം എന്നുള്ളത്. അപ്പോൾ കാണിച്ചു തരാം, മുന്നോട്ട് പോകുമ്പോൾ കാണാൻ പറ്റും. ബൊലീറോ UP രജിസ്ട്രേഷൻ ആട്ടോ. അത് നമ്മുടെ KNRCൻ്റെ എന്തോ ഉദ്യോഗസ്ഥന്മാർ പോണ വാഹനമാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് കുറച്ചുകൂടെ മുന്നിലെത്തിയിട്ടാണ് തിരൂരങ്ങാടി റോഡ് വന്നിട്ട് നിൽക്കുന്നത് കേട്ടോ. ഇപ്പോൾ കാണാം, ഇതാണ് ആ ജംഗ്ഷൻ. ഇവിടുന്ന് മുന്നോട്ട് ഓവർപാസിലേക്ക് കഷ്ടിച്ച് സർവീസ് റോഡിന് കൃത്യമായ വീതി മാത്രമേ ഉള്ളൂ. അതല്ല കുറച്ച് ഈ ഭാഗത്തുനിന്ന് 2 വേ സംവിധാനം ഓവർപാസ് വരെ കൊടുക്കുകയാണെങ്കിൽ ആ പ്രശ്നത്തിന് പരിഹാരമാവും. പക്ഷേ ഇവിടെ ഇനിയും സ്ഥലം ഏറ്റെടുക്കേണ്ട അവസ്ഥയാണ്. അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. NH അതോറിറ്റി ഇനിയൊരു സ്ഥലം ഏറ്റെടുക്കുമെന്ന് തോന്നുന്നില്ല. പിന്നീട് ഇവിടെ ആ ഭാഗത്തൊരു ഇതുപോലൊരു ഓവർപാസ് പോലെ ഒരു ചെറിയ പാലം വേണമെന്നുള്ളതാണ് ഈ നാട്ടുകാരുടെ ആവശ്യം. അതെന്തായെന്ന് അറിയില്ല. എന്തായാലും അവിടെയൊക്കെ വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട്. പിന്നെ ചില ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ്, എങ്ങനെയാണ് സർവീസ് റോഡിൽ നിന്നും ഹൈവേയിലേക്ക് കയറാമെന്ന്. എല്ലാ അണ്ടർപാസിൻ്റെയും ഓവർപാസിൻ്റെയും മുമ്പും ശേഷവും എൻട്രി എക്സിറ്റ് പോയിൻ്റ് ഉണ്ടാവും. അപ്പോൾ ഇപ്പം ഞങ്ങളിങ്ങനെ സർവീസ് റോഡിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ കാണിച്ചു തരട്ടെ എങ്ങനെയാണ് മെയിൻ റോഡിലേക്ക് മെർജിങ് പോയിൻ്റ് വഴി കയറുക എന്നുള്ളത്. കൂടുതൽ ആൾക്കാർക്കും അറിയാം, എങ്കിലും സ്ഥിരമായിട്ട് വീഡിയോ കാണാത്ത പല ആളുകളും ചോദിക്കാറുണ്ട്. മെർജിങ് പോയിൻ്റ് പറഞ്ഞാൽ ഏകദേശം 30 മീറ്ററൊക്കെ ഉണ്ടാവും, 25-30 മീറ്ററൊക്കെ ഉണ്ടാവും ഈ മെർജിങ് പോയിൻ്റ്. അപ്പോൾ എങ്ങനെയാണ് കയറുകയെന്ന് ഇപ്പോൾ കാണിച്ചു തരാം. ഇവിടെ ഒരു മെർജിങ് പോയിൻ്റ് ഉണ്ട്, അതുവഴി നമ്മൾ ഹൈവേയിലേക്ക് കയറും കേട്ടോ. അപ്പോൾ കാലിക്കറ്റ് നമ്മുടെ കുളപ്പുറം ഭാഗത്തുനിന്ന് അതല്ലെങ്കിൽ നമ്മുടെ കുന്നമ്പുറം ഭാഗത്തുനിന്നൊക്കെ ഒരാൾ NHലേക്ക് കയറണമെങ്കിൽ കുളപ്പുറത്ത് വന്നിട്ട് ഓവർപാസിലൂടെ തിരിഞ്ഞ് ഇപ്പോൾ നമ്മൾ വന്ന വഴിയിലൂടെ വന്നിട്ട് ആ മെർജിങ് പോയിൻ്റ് വഴി എന്ത് ചെയ്യുക,
ഹൈവേയിലേക്ക് കയറാം. അതേപോലെ തന്നെ തൃശ്ശൂർ ഭാഗത്തുനിന്ന് വരുന്ന ആളുകൾക്ക് മമ്പുറം മക്കാമിലേക്കൊക്കെ പോകണം, അതല്ലെങ്കിൽ VK പടിക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ആ മെർജിംഗ് പോയിൻ്റ് വഴി പുറത്തേക്ക് ഇറങ്ങും ചെയ്യുക. ആ മെർജിംഗ് പോയിൻ്റ് വഴി പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ലെങ്കിൽ പിന്നീട് തലപ്പാറ പോയിട്ട് ഇറങ്ങേണ്ടി വരും. അപ്പോൾ അതാ ഇരുമ്പുചോല പാലത്തിൻ്റെ വർക്ക് നടക്കുന്നു. അതേപോലെ തന്നെ ഇരുമ്പുചോല ചെറിയൊരു അണ്ടർപാസ് വരുന്നുണ്ട്, ഒരു ബോക്സ് ടൈപ്പ് ചെറുതാണ് കേട്ടോ. അതിൻ്റെ രണ്ടിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അണ്ടർപാസിൻ്റെ വർക്കുകൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇരുമ്പുചോല പാലത്തിൻ്റെ വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി കുറച്ചൊരു ബാക്കിക്ക് പോന്നിട്ട് എങ്ങനെയാണ് തൃശ്ശൂർ ഭാഗത്തുനിന്ന് വരുന്ന ഒരാൾ മെർജിംഗ് പോയിൻ്റ് വഴി പുറത്തേക്ക് സർവീസ് റോഡിലേക്ക് ഇറങ്ങാമെന്നും കൂടി കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് പോകാനുള്ളത് മുന്നോട്ടാണല്ലോ. അപ്പോൾ അതാ നേരെ ഇറങ്ങുക. കണ്ടോ, സർവീസ് റോഡിലെത്തി. ഇതാണ് മൊത്തത്തിൽ ഇപ്പോൾ നമ്മുടെ NH66 എക്സിറ്റ് ആൻഡ് എൻട്രി പോയിൻ്റായിട്ട് ഉപയോഗിക്കുന്ന ഇതുപോലുള്ള മെർജിംഗ് പോയിൻ്റാണ്. പക്ഷേ നമുക്ക് മുന്നിൽ തലവെട്ടി എത്തിയാൽ ഇതല്ലാത്തതൊന്ന് കാണാം. അതാണ് ഒറിജിനൽ എക്സിറ്റ് ആൻഡ് എൻട്രി പോയിൻ്റ്. ഇത് മെർജിംഗ് പോയിൻ്റാണ്. അതിൻ്റെ കാഴ്ചകൾ കാണാം. അപ്പോൾ ഇരുമ്പുചോല സമരങ്ങളുടെ ഭാഗമായിട്ട് നിർമ്മിച്ചു കൊടുത്ത ചെറിയൊരു അണ്ടർപാസാണ്. പിന്നെ VK പടി വർക്കുകൾ കഴിഞ്ഞിട്ട് ഒരുപാടായി. അതെന്തായാലും പിന്നെ ഒരുപാട് പ്രാവശ്യം കാണിച്ചതാണ്, എങ്കിലും വീണ്ടും ചെറുതായിട്ടൊന്ന് കാണിക്കാം. അരിയത്തോട് പിന്നെ ഒന്നും നോക്കാനില്ല, മണ്ണിട്ട് പൊന്തിച്ച് കൊണ്ടേ ഇരിക്കുകയാണ്. നല്ല ഹൈറ്റിൽ പൊന്തിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് കയറാൻ ഇവിടെ ഓടി ഒരു ഗ്യാപ്പും ഇല്ല കേട്ടോ. ഇനി മുന്നോട്ട് പോയിട്ട് നോക്കട്ടെ. ഇതാണ് വലിയ പറമ്പിൻ്റെ അപ്പുറത്ത് തലവെട്ടിയിൽ വരുന്ന എക്സിറ്റ് പോയിൻ്റ്. തൃശ്ശൂർ ഭാഗത്തുനിന്ന് വരുന്ന ദീർഘദൂര ചരക്ക് വാഹനങ്ങൾക്ക് ഇവിടെ ഒരു പാർക്കിംഗ് ഏരിയ വരുന്നുണ്ട്. അപ്പോൾ ഈ എക്സിറ്റ് വഴി അവർക്ക് നേരെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും. പിന്നീട് റോഡിലേക്ക് പ്രവേശിക്കുന്ന പോയിൻ്റ് വരാനുള്ള സാധ്യത തലപ്പാറ പാടത്താണ്. കണ്ട, ഇതാണ് മാഹി ബൈപ്പാസിലൊക്കെ പിന്തുടർന്നിട്ടുള്ള എക്സിറ്റ് എൻട്രി പോയിൻറ്റിൻ്റെ മോഡൽ. ഇത് മെർജിംഗ് പോയിൻ്റ് അല്ല. ഇതുപോലൊന്ന് ഒരു പക്ഷേ ബാക്കിലും ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. ഇപ്പോൾ നമ്മൾ വന്നല്ലോ, പഴയ റോഡിന് ഇങ്ങോട്ട് തിരിഞ്ഞല്ലോ ആ ഭാഗത്തും. അപ്പോൾ തലപ്പാറക്കും കുളപ്പുറത്തിനും ഇടയിൽ എക്സിറ്റ് എൻട്രി പോയിൻറ്റുകൾ 2 ഉണ്ടാകും. അപ്പോൾ വീണ്ടും മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അണ്ടർപാസിൻ്റെ പെയിൻറ്റിംഗ് ഒക്കെ ആരംഭിച്ച വീഡിയോ ഒക്കെ ചെയ്തതാണ്. ഇവിടുത്തെ അണ്ടർപാസിൻ്റെ പെയിൻറ്റിംഗ് ഒക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. വലിയ പറമ്പ് അണ്ടർപാസ് ഒക്കെ അടിപൊളിയായിട്ട് പെയിൻറ്റിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് ഭാഗം കൂടെ ഉള്ളൂ താഴെ. ഇനി ഇതിമ കൊണ്ടുവന്നിട്ട് പോസ്റ്റർ ഒട്ടിക്കണം, അവരെ കാല് തച്ച് മുറിക്കണം. അപ്പോൾ മുന്നോട്ട് പോകാം. പോണ് കേട്ടോ, റോയൽ എൻഫീൽഡിൻ്റെ പുതിയ വണ്ടി. എനിക്കതിനെ പറ്റി അറിയില്ല. അപ്പോൾ പിന്നീട് നമ്മൾ എത്തുന്നത് തലപ്പാറ പാടത്തേക്കാണ്. തലപ്പാറ പാടത്ത് നല്ല രീതിയിൽ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രണ്ടാമത്തെ പാടം നമ്മൾ പറഞ്ഞാൽ ഇവിടെ സർവീസ് റോഡ് താഴ്ന്നിട്ടും മെയിൻ റോഡ് പൊങ്ങിയിട്ടുമാണ് വരുന്നത്. ആ സൈഡ് കാണുന്നത് ഹൈറ്റ് കുറഞ്ഞത് സർവീസ് റോഡിൻ്റെ പാലം. ഇപ്പുറത്ത് കാണുന്ന 6 വരി 3 6 വരി പാലം അത് കുറച്ച് ഹൈറ്റിലാണ്. ഇനി അപ്പുറത്ത് സർവീസ് റോഡിൻ്റെ പാലം ഉണ്ടാക്കാനുണ്ട്. പിന്നീട് കണ്ടോ ഇതേപോലെയാണ് വരിക. ഇത് മെയിൻ റോഡാണ് ഈ പൊങ്ങി പോണത്. ഇത് ഇവിടുന്ന് ഇങ്ങനെ പൊങ്ങിയിട്ട് തലപ്പാറ അണ്ടർപാസിലേക്ക് ഇങ്ങനെ എത്തുട്ടോ. അപ്പം ഞാൻ നിൽക്കുന്നത് സർവീസ് റോഡിൻ്റെ ഡ്രെയിനേജിൻ്റെ മുകളിലാണ്.
ഈ സർവീസ് റോഡ് തുറന്നു കൊടുത്താലേ തലപ്പാറ കൂടുതൽ വർക്കുകൾ ഇനി മുന്നോട്ട് പോകുകയുള്ളൂ. കാരണം നിലവിലുള്ള റോഡിൻ്റെ ഒരു ഭാഗം അടക്കണം, അഥവാ തൃശ്ശൂർ ഭാഗത്തുനിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന ഭാഗം അടച്ചാലേ വർക്കുകൾ നടക്കുള്ളൂ. അതാ തലപ്പാറ അണ്ടർപാസിൻ്റെ പെയിൻറ്റിങ്ങും ആരംഭിച്ചിട്ടുണ്ട്. ഇനി അണ്ടർപാസിൻ്റെ മുകളിൽ നിന്ന് ഈ തലപ്പാറ പാലത്തിൻ്റെ പുറത്ത് നടക്കുന്ന വർക്കുകൾ ഞാൻ കാണിച്ചിട്ടില്ല, മുകളിൽ നിന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് കണ്ടോ, ഇനി ഇവിടെ മൊത്തം കോലം മാറും കേട്ടോ. ഈ ചെമ്മാട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ഇനി കുറച്ചുകൂടെ വിശാലമായൊരു ജംഗ്ഷൻ ഇവിടെ ഉണ്ടായി വരും. ഇവിടെയൊക്കെ മണ്ണെടുത്തിട്ട് ലെവൽ ചെയ്യുന്നുണ്ട്. ഞാൻ അപ്പുറം ആ തലക്ക കൂടെ ആയിരിക്കും ചെമ്മാട് ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ തിരിഞ്ഞു പോവുക. ഇവിടെയൊക്കെ മണ്ണെടുത്ത് താഴ്ത്തുന്നതാണ് അന്ന് അവർ പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ ഇതിപ്പോൾ ഞാൻ നേരെ അണ്ടർപാസിൻ്റെ മുകളിലാണുള്ളത്. ഇനി ഇവിടുന്ന് പിന്നിലേക്ക് നോക്കുന്നൊരു കാഴ്ച ഉണ്ട്. എന്തായാലും തലപ്പാറ ടൗണെന്ന് കണ്ടാളി പ്രവാസി സുഹൃത്തുക്കളൊക്കെ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ ഒരു കാഴ്ച ഉണ്ട്. 6 വരിൻ്റെ ആദ്യഘട്ട വർക്കുകൾ കഴിഞ്ഞ് നീണ്ട് നിവർന്ന് കിടക്കുന്ന പാത. അടിപൊളി കാഴ്ച കേട്ടോ. ഇവിടുന്ന് ഏകദേശം പടിക്കൽ വരെ പാലക്കൽ ഓവർപാസിൻ്റെ അടിയിലൂടെ വാഹനങ്ങൾ കടത്തി വിട്ടിട്ടുണ്ട്. താൽക്കാലികമായിട്ടാണെങ്കിലും അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിരുന്നു. കാണാത്തവർക്ക് ഞാൻ അവസാനം ഇതാ എൻ്റെ സ്ക്രീനിൽ കൊടുക്കുക, അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുക. വീഡിയോ കാണാം. കണ്ട ഇത്ര ദൂരക്കാണ് പണികളൊക്കെ കഴിഞ്ഞ്, എല്ലാം കഴിഞ്ഞിട്ടില്ല, 1ാം ഘട്ട വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോ എടുക്കുന്നത് ഇന്ന് ഫെബ്രുവരി 27-നാണ്. അപ്പോൾ ഈ മാസം നമ്മുടെ മിനി പമ്പ മുതൽ കോഴിക്കോട് തൊണ്ടയാട് വരെയുള്ള ഏകദേശം വീഡിയോകളൊക്കെ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട്. അടുത്ത മാസം ജില്ലേൻ്റെ പുറത്തേക്കൊക്കെ പോകണം എന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതിനിപ്പോൾ തെറ്റായാലും ശരിയായാലും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു പ്രോത്സാഹനം. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.